കാഞ്ഞങ്ങാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുടക് സ്വദേശിയായ പ്രതി പി എ സലീമിനെ ഇന്നലെ ആന്ധ്രയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. മോഷണമായിരുന്നു ലക്ഷ്യമെന്ന് പ്രതി പോലീസിന് പരാതി നൽകി. പോലീസിന് മൊഴി നൽകി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഇപ്പോൾ ഏതായാലും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 15-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരി കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു. എന്തായാലും കേരളത്തിലൊട്ടാകെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 25-അംഗ അന്വേഷണ സംഘമായി തിരിഞ്ഞ അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിൽ വ്യാപകമായ പ്രതിഷേധവും ഉയർന്നു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെയായിരുന്നു ഈ പ്രതിയെ പിടികൂടിയത്. ആന്ധ്രാപ്രദേശിലെ അഡോണിയിൽ വെച്ചാണ് ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. പിന്നീട് വൈകുന്നേരം രാത്രിയോടുകൂടി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലെത്തി വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഈ പ്രതിയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഈ മൊഴിയിൽ പ്രധാനമായും പ്രതി പറഞ്ഞത് മോഷണമായിരുന്നു തന്റെ ശ്രമം എന്നായിരുന്നു. അതായത് കുട്ടിയുടെ കാതിലുണ്ടായിരുന്ന കമ്മൽ മോഷ്ടിക്കുവാനാണ് താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നൊരു കാര്യമാണ് ഈ പ്രതി മൊഴിയിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത്. പിന്നീട് കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് പ്രതി ഇത്തരത്തിലുള്ള മോഷണ ശ്രമങ്ങളിൽ മുൻപും നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന ആളാണ്. അതായത് വീടുകളുടെ വാതിലുകൾ തുറന്ന് ഇത്തരത്തിൽ കവർച്ച നടത്തി പോകുന്ന ഒരാളാണ് ഇയാൾ. നിരവധി പോക്സോ കേസുകളിലും പ്രതിയായിരുന്നു എന്നൊരു കാര്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നൊരു വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടി മൊഴിയിൽ വ്യക്തമാക്കിയിരുന്നു. മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയത്. 4 വീടുകൾക്ക് അപ്പുറമാണ് തന്റെ വീടെന്ന് ഈ വ്യക്തി പറഞ്ഞിരുന്ന ഒരു കാര്യവും കുട്ടി മൊഴിയിൽ രേഖപ്പെടുത്തിയിരുന്നു. നമുക്ക് അറിയാൻ സാധിച്ചത് ഈ കേസിന്റെ തുടക്കത്തിൽ തന്നെ പോലീസിനടക്കം ഉണ്ടായിരുന്ന സംശയം എന്ന് പറയുന്നത് കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം വ്യക്തമായി അറിയുന്ന ഒരാൾ, കുട്ടിയുടെ മുത്തശ്ശൻ ഇത്ര സമയത്ത് പുറത്തു പോകും എന്നൊക്കെ തന്നെയും കൃത്യമായി അറിയുന്ന ഒരാൾ തന്നെയാണ് കൃത്യം ചെയ്തത് എന്നൊരു കാര്യം വളരെ വ്യക്തമായി തന്നെ പോലീസ് പറഞ്ഞിരുന്നു. അതായത് പ്രതിയുടെ ഭാര്യയുടെ വീട് ഈ കുട്ടിയുടെ വീടിന് സമീപമാണ്. പ്രതിയുടെ സ്വന്തം സ്വദേശമാണ് കുടക്. ഇയാൾക്ക് ചില വിചിത്ര സ്വഭാവങ്ങളുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് ഭാര്യയെ ബന്ധപ്പെട്ടത്. ഈ ഫോൺ കോൾ ആണ് ഈ അന്വേഷണത്തിന് നിർണായകമായ തെളിവായി മാറിയത് എന്നൊരു വിവരമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്നത്. ഇതിനിടയിൽ നമുക്കൊരു CCTV ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാളുടെ വിചിത്ര സ്വഭാവത്തിൽ ഒന്നായി ഭാര്യ പറഞ്ഞ മൊഴിയിൽ നിന്ന് വ്യക്തമായത് ഇയാൾ ഒരേ വസ്ത്രം 3 ദിവസങ്ങളിലൊക്കെ തന്നെയും ധരിക്കുന്ന ആളാണ്. അപ്പോൾ സംഭവം നടന്ന സമയത്ത് ഇയാൾ ധരിച്ച വസ്ത്രം തന്നെയായിരുന്നു ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിലും, അതായത് ഈ CCTV ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ ഈ വസ്ത്രം ധരിച്ച് സമീപ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച വ്യക്തി തന്നെയാണ് ഇതെന്ന് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മദ്യപിച്ച വഴിയിൽ കിടന്നയാളുടെ ഫോണിൽ നിന്നാണ് ഇയാൾ ആദ്യം വീട്ടിലേക്ക് വിളിച്ചത്. പിന്നീട് ബാംഗ്ലൂരിലേക്ക് കടക്കുവാനുള്ള ശ്രമത്തിനിടയിലാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ശരി, കാഞ്ഞങ്ങാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കുടക് സ്വദേശിയായ പ്രതി പി എ സലീമിനെ ഇന്നലെ ആന്ധ്രയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. മോഷണമായിരുന്നു ലക്ഷ്യമെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.